വടകര MP കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ ഒരു വലിയ സംഘർഷത്തിന് നേതൃത്വം കൊടുത്ത വാർത്തയ ഇപ്പോൾ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത്, കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വടകരയിലും പരിസരത്തും ഒരു കലാപത്തിന്, ഒരു അക്രമത്തിന് ഒക്കെ ഒരു ശ്രമം നടത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ചയാണ് കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ കണ്ട ഒരു അക്രമം. CKG കോളേജ് എന്ന് പറയുന്ന കോളേജിൽ SFI വിജയിച്ചു. യൂണിയൻ ജയിച്ചത് SFI ആ. ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് KSU ജയിച്ചു എന്നൊക്കെയാണ്. UDSF, KSU അല്ല, ഫ്രട്ടേണിറ്റി, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഫ്രട്ടേണിറ്റി, അതോടൊപ്പം KSU, MSF എല്ലാവരും കൂടി മത്സരിച്ച് ഒരു സീറ്റിൽ മാത്രം ചെറിയൊരു വോട്ടിന് വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് ഒരു സീറ്റ് മാത്രമാണ്, ബാക്കി എല്ലാ സീറ്റിലും SFI വിജയിച്ചു. പൊതുവെ കേരളത്തിലെ ക്യാമ്പസുകളിലൊക്കെ നമുക്കറിയാം, തുടർച്ചയായി ജയിക്കുന്ന കോളേജുകളിലൊക്കെ ഒന്നോ രണ്ടോ സീറ്റൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംഭവിക്കാറുണ്ട്. അതിനെ ആ രീതിയിലാണ് നമ്മളൊക്കെ കാണാറ്. ഒരു ജനാധിപത്യ സംവിധാനം വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ട് കാണുന്നു. അതിനെ ആ ഒരു സ്പിരിറ്റോട് കൂടി കണ്ടുപോകുന്നതാണ് അതിന്റെ ഒരു രീതി. പക്ഷേ പേരാമ്പ്രയിൽ അതിനെ കുറച്ചുകൂടി ഒന്ന് വളർത്തിയെടുത്ത് നാട്ടിലാകെ ഒരു കലാപമുണ്ടാക്കണം എന്നുള്ള നിലക്ക്, നാടിന്റെ സ്വൈരജീവിതം തകർക്കുന്ന തരത്തിലേക്ക് അതിനെ കൊണ്ടുപോയത് ആരാ എന്നുള്ളത് മാധ്യമങ്ങൾ പരിശോധിക്കണം. ഞങ്ങൾ അതിൽ ഉറപ്പിച്ചു പറയുന്നു, ഇതിന്റെ പിന്നിൽ ഷാഫി പറമ്പിൽ MP-ക്ക് പങ്കുണ്ട്. അവിടെ സാധാരണ ഉണ്ടാകുന്ന ഒരു പ്രകടനം കഴിഞ്ഞു SFIയുടെ. UDSFന്റെ ഈ വിജയത്തിൽ അവർ അമിതാഹ്ലാദം കാണിച്ച് അവിടെ കൊടിതോരണങ്ങളും മറ്റുമൊക്കെ നശിപ്പിച്ച് അവരും പേരാമ്പ്ര ടൗണിലേക്ക് പ്രകടനമായി വരുന്നു. ഈ ആദ്യം വന്ന പ്രകടനത്തെ മാറ്റി മറ്റു പ്രകടനത്തെയും, ഈ രണ്ട് പ്രകടനത്തെയും തമ്മിൽ കാണാത്ത തരത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു സംഘർഷം ഉണ്ടാകാത്ത തരത്തിലേക്ക് പോലീസ് അതിനെ ഇടപെട്ട് മാറ്റുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായി. അതിന്റെ തുടർച്ചയായി അവിടെ ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്യുക. ആ ഹർത്താലിന്റെ മറവിൽ ഈ MP-യുടെ ഫാൻസ് അസോസിയേഷൻ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ, പ്രമോദിനെ ആക്രമിക്കുന്നതിന് നേതൃത്വം കൊടുക്കുക. അവിടെയാണ് ഒരു പ്രശ്നമുള്ളത്. ഈ പ്രമോദുമായിട്ട് എന്താ ഈ MP-ക്ക് ഒരു പ്രശ്നം? അതിലും ഒരു വളരെ ഗൗരവമായൊരു വിഷയമുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ 22-ന് അവിടെ വെങ്ങമ്പറ്റ എന്ന് പറയുന്ന പ്രദേശത്ത് ലൈഫിൽ പഞ്ചായത്ത് കൊടുത്തൊരു വീട് ഈ പെർഫോമൻസ് കാണിക്കുന്ന, എല്ലാം പ്രകടനപരതയിലൂടെ തനിക്കാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഈ MP പോയി ഇത് കോൺഗ്രസിന്റെ വീടാണ് എന്ന് പറഞ്ഞു അവിടെ അത് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായി, ആ വീട് കൈമാറുന്ന ഒരു രീതി. അപ്പോൾ പ്രമോദിന്റെ നേതൃത്വത്തിൽ, പഞ്ചായത്ത് പ്രസിഡന്റാണല്ലോ, അവിടെ പ്രതിഷേധവും അതുപോലെ പൊതുയോഗവും ഒക്കെ സംഘടിപ്പിച്ചു. അത് വല്ലാത്ത ഒരു പ്രയാസം ഈ കക്ഷിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്ന്. മറ്റ് പ്രശ്നങ്ങൾ എന്താ? ഈ MP കഴിഞ്ഞ കുറച്ച് നാളുകളായി കോൺഗ്രസിനകത്തും പൊതുസമൂഹത്തിനകത്തും ഒറ്റപ്പെട്ട് അല്പം പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതെല്ലാവർക്കും അറിയാം. അത് കോൺഗ്രസുകാരോട് തന്നെ ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. ഇവരുടെ ഈ ടീമിന്, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം ടീമിന് അല്പം ക്ഷീണമുണ്ട്. അല്പമല്ല, കാര്യമായ ക്ഷീണമുണ്ട്. ആ ക്ഷീണം മാറ്റേണ്ടതുണ്ട് എന്ന ഒരു നല്ല ചിന്തയിൽ ഒരു ഇമേജ് ബിൽഡിങ്ങിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുക. എന്തൊക്കെ തരത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാലും അതിൽ നിന്നൊക്കെ കയറി വരാൻ പറ്റും എന്നുള്ള ഒരു ധാരണയിലേക്ക് ഇവർ ചെന്നെത്തുക. അങ്ങനെയാണ് ആദ്യം വടകരയിൽ ഒരു വലിയ ഷോ ഉണ്ടാകുന്നു. നമ്മൾ കണ്ടത് അത്. അപ്പുറത്തുനിന്ന് സ്വാഭാവികമായ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ കാറിന്റെ ഉള്ളിൽ നിന്ന് ഡോറ് തുറന്ന് ഡോറിന്റെ ജനലിന്റെ ഉള്ളിലൂടെ തലയൊക്കെ പുറത്തിട്ട് ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ, റീൽസ് എല്ലാം വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന്റെ തുടർച്ച ഇതേ പേരാമ്പ്രയിൽ ഒരു പ്രകടനം നടന്നു, ഇതേ MP-യുടെ നേതൃത്വത്തിൽ. നിങ്ങൾ അതൊക്കെ പരിശോധിക്കണം, നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാ. ഇതേ MP-യുടെ നേതൃത്വത്തിൽ പേരാമ്പ്രയിൽ പ്രകടനം നടന്നു. അതിനെ തുടർന്ന് അവിടെ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത് അവിടെ തുടർന്നുകൊണ്ടിരിക്കുക. ഒരു വലിയ സംഘർഷവും വലിയ സാഹചര്യമൊക്കെ ഉണ്ടായി. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇത് തീർച്ചയായിട്ടും വയനാട് ഫണ്ട്, അതോടൊപ്പം തന്നെ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, ഇദ്ദേഹത്തിന്റെ എല്ലാമായ രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാം ചെയ്ത പ്രവർത്തികൾ
ന്യായീകരിക്കാൻ പറ്റാതെ വല്ലാത്ത പ്രതിസന്ധിയിലിരിക്കുന്ന സമയത്ത് ഒരു ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടിയുള്ള ശ്രമമാണോ ഇത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇന്നലെ പ്രമോദിനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് നടത്തിയ പ്രകടനം, അവിടുത്തെ മുൻ MLA കുഞ്ഞമ്മദ് മാഷൊക്കെ ഉൾപ്പെടെ നടത്തിയ പ്രകടനം, വളരെ സീനിയർ നേതാക്കളൊക്കെ പങ്കെടുത്ത നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ഇടതുപക്ഷ പ്രകടനം കടന്നുപോയി. ആ പ്രകടനത്തെ പോലീസ് ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി അവസാനിപ്പിച്ച് പറഞ്ഞേക്കുക. തുടർന്ന് വരുന്ന ഹർത്താൽ അനുകൂലികളുടെ പ്രകടനം അവിടെ വന്ന് റോഡിലിരിക്കുന്നു. 1.5 മണിക്കൂറോളം ഇവര് ആരെയാ കാത്തിരുന്നത്? ഈ MP കാത്തിരിക്കുക. എന്തിനാ? നമ്മൾ ആലോചിക്കണ്ടേ ഇത്? നല്ല രീതിയിൽ കോഴിക്കോട്ടെ രാഷ്ട്രീയത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. നല്ല രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി നല്ല സൗഹാർദ്ദത്തിൽ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ജനാധിപത്യപരമായിട്ടുള്ള സംവാദങ്ങളും അതോടൊപ്പം സൗഹൃദവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരിടമാണ്. ആ ഇടത്തിലാണ് ഇപ്പൊ തുടർച്ചയായുള്ള ഈ ഒരു അലോസരം ഉണ്ടാക്കുന്ന തരത്തിലേക്ക്, ഒരു നാടിന്റെ സമാധാനം തകർക്കുന്ന തരത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നത്.